എല്ലാവർക്കും ഈ പ്രഭാതത്തിൽ വന്ദനം. ഇന്നേ ദിവസം ദൈവം നമ്മെ അനുഗ്രഹിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മത്തായി സുവിശേഷം 5-ാം അധ്യായം 41-ാം വാക്യം. ഒരുത്തൻ നിന്നെ ഒരു നാഴിക വഴി പോകാൻ നിർബന്ധിച്ചാൽ 2 അവനോടുകൂടെ പോകാം. നിന്നോട് യാചിക്കുന്നവന് കൊടുക്കാം. നമ്മുടെ കർത്താവിന്റെ ഗിരിപ്രഭാഷണങ്ങളാണല്ലോ മത്തായി 5, 6, 7 അധ്യായങ്ങൾ. വളരെ ലോകപ്രശസ്തമായ കർത്താവിന്റെ സദുപദേശങ്ങളാണ് നാം ഇവിടെ വ്യക്തമായി വായിക്കുന്നത്. ഇസ്രായേലിന്റെ നിയമങ്ങളെ നമുക്ക് 2ആയി തിരിച്ചു പഠിപ്പാൻ കഴിയും. ഒന്ന്, മോറൽ ലോസ്, ധാർമ്മികമായ നിയമങ്ങൾ. 2, സെറിമോണിയൽ ലോസ്, ആചാരപരമായ നിയമങ്ങൾ. എന്നാൽ കർത്താവ് ഇവിടെ ആചാരപരമായ നിയമങ്ങൾക്കല്ല പ്രാധാന്യം കൊടുക്കുന്നത്. മോറൽ ലോസ് അഥവാ ധാർമ്മിക നിയമങ്ങൾക്കാണ്. ഇസ്രായേൽ എപ്പോഴും ആചാരപരമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ കർത്താവ് അവരെ പഠിപ്പിച്ചത് അതിനേക്കാൾ കുറച്ചുകൂടി ആഴമായ ധാർമ്മിക നിയമങ്ങളാണ് നിങ്ങൾ സൂക്ഷിക്കേണ്ടതെന്ന് അവർ പഠിപ്പിച്ചു. ലോകത്തിലെ ഉന്നത ഗുരുക്കന്മാർ പലരും കർത്താവിന്റെ ഗിരിപ്രഭാഷണത്തെ അനുകരിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ അത് പ്രായോഗികമാക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നെല്ലാം ചരിത്രത്തിൽ നമുക്ക് പഠിപ്പാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഇവിടെ കർത്താവ് പറഞ്ഞൊരു കാര്യം, കർത്താവിന്റെ കാലത്തെ ഒരു പ്രത്യേക നിയമം അനുസരിച്ച് ഒരു റോമ പട്ടാളക്കാരൻ ഒരു സിവിലിയനോട്, സാധാരണക്കാരനോട് തന്റെ എന്തെങ്കിലും ഭാരം ചുമക്കാനോ അല്ലെങ്കിൽ തനിക്ക് വേണ്ടിയോ ഒരു നാഴിക നടക്കുവാൻ ആവശ്യപ്പെട്ടാൽ, നിർബന്ധിച്ചാൽ അത് ചെയ്തിരിക്കണം. ഒഴിയാൻ പാടില്ല. അതാണ് ഇവിടെ വായിക്കുന്നത്. നിർബന്ധിച്ചാൽ 2 അവനോടുകൂടെ പോകാം, അല്ലെങ്കിൽ 2 നാഴിക പോകാം. നിർബന്ധത്താൽ 1 നാഴിക, നിർബന്ധം കൂടാതെ 1 നാഴികയൂടെ നമ്മൾ സ്വന്തം ഇഷ്ടത്താൽ പോകണം. അപ്പോൾ ഈ ഒരു പട്ടാളക്കാരന് ചുമടുമായി പോകുന്ന ആളാന്ന് വിചാരിക്കുക. 1 നാഴിക തീരുന്ന എവിടാന്ന് നോക്കിയിരിക്കുകയാണ്, നിർത്തിയിട്ട് സ്ഥലം വിടാൻ. അത് നിർബന്ധത്താലാണ്. എന്നാൽ കർത്താവ് പറയുന്നു, ആ 1 നാഴിക നിർബന്ധത്താൽ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു നിർബന്ധം കൂടാതെ 1 നാഴിക കൂടെ മുൻപോട്ട് പോകാൻ നിങ്ങൾ ശ്രമിക്കണം. അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ കാണിക്കേണ്ടത്. ഒന്നുകൂടി പറഞ്ഞാൽ, ഒരു ചിന്തകൻ പറഞ്ഞത്, നാം 1-ാം മൈൽ ക്രിസ്ത്യാനികളാകരുത് എന്ന് പറഞ്ഞാൽ നിർബന്ധത്താൽ ചില കാര്യങ്ങൾ ചെയ്യുന്നു. എന്നാൽ നിർബന്ധം കൂടാതെ ചിലതുകൂടെ ചെയ്യുവാനുള്ള ഒരു നല്ല മനസ്സ് നമുക്ക് വേണം. നമുക്കറിയാം, അതിന് തെളിവാണ് കർത്താവ് ക്രൂശുമായി നടക്കുമ്പോൾ കുറേനക്കാരനായ ശീമോനെ കുരിശ് ചുമപ്പാൻ നിർബന്ധിച്ചു എന്ന് വായിക്കും. അതുകൊണ്ട് അവന്റെ തലമുറ വളരെ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് നമ്മൾ റോമാലേഖനത്തിൽ വായിക്കുന്നു. അവനെ നിർബന്ധിച്ചു. എന്തുകൊണ്ട് മറ്റു ആരോടും പറഞ്ഞില്ല എന്ന് ചോദിച്ചാൽ, യഹൂദന്മാർക്ക് അടുത്ത ദിവസം അവരുടെ ശബത്താണ്, അവരുടെ പെസഹ അടുക്കുകയാണ്. അതുകൊണ്ടാണ് മറ്റാരെയും നിർബന്ധിക്കാതെ കുറേനക്കാരനെ പ്രത്യേകമായി നിർബന്ധിപ്പാൻ കാരണമായി തീർന്നത്. അപ്പോൾ നാം എല്ലാവരും 1-ാം മൈൽ ക്രിസ്ത്യാനികൾ ആകാതെ വണ്ണം ഒരു പടി കൂടെ മുൻപോട്ട് നീങ്ങി കർത്താവിന് വേണ്ടി നിൽക്കുവാൻ, കർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ കഷ്ടിച്ചത് മാത്രം ചെയ്ത് അവസാനിപ്പിക്കുന്നതിനേക്കാൾ സ്വന്തം ഇഷ്ടത്താൽ അല്പം കൂടെ മുൻപോട്ട് നീങ്ങി അത് ചെയ്യുവാൻ തക്കവണ്ണം ഒരു നല്ല മനസ്സാക്ഷി ദൈവം നമുക്ക് തരട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, ഈ വചനങ്ങൾക്ക് നല്ലവരെയും അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കും.